തിരിച്ചെത്തുമ്പോൾ പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് പൂർണ്ണ പരിഹാരം കാണാനാകാതെ ജല അതോറിറ്റി. പിറവം പാഴൂരിൽ നിന്നുള്ള കുടിവെള്ള വിതരണം ഇനിയും വൈകും. ഇന്ന് നടത്താനിരുന്ന രണ്ടാം മോട്ടോറിന്റെ ട്രയൽ റൺ മാറ്റിവെച്ചു. തിങ്കളാഴ്ച ട്രയൽ റൺ നടത്തുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ഉടൻ പരിഹാരമാകുമെന്ന ആശ്വാസ വാക്കുകളെല്ലാം പാഴായിരിക്കുകയാണ്. പാഴൂരിൽ നിന്നുള്ള കുടിവെള്ള വിതരണം വൈകുമെന്നതിനാലാണിത്. ഇന്ന് നടത്താനിരുന്ന രണ്ടാം മോട്ടോറിന്റെ ട്രയൽ റൺ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. മൂന്നാം മോട്ടോറിന്റെ ട്രയൽ റൺ വെള്ളിയാഴ്ച നടക്കും. ഇതോടെ സുഗമമായി കുടിവെള്ളം ലഭിക്കാൻ കൊച്ചിക്കാർ ഇനിയും കാത്തിരിക്കണം. അതേസമയം പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാൻ ജില്ലാ ഭരണകൂടം കൺട്രോൾ റൂം തുറന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനത്താണ് കൺട്രോൾ റൂം. മരടിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ വിതരണം ചെയ്യുക. വലിയ ടാങ്കറുകളിൽ എത്തുന്ന വെള്ളം ചെറിയ ടാങ്കർ ലോറികളിലേക്ക് മാറ്റി പശ്ചിമ കൊച്ചിയുടെ എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൺട്രോൾ റൂമിൽ നിന്ന് ഏകോപിപ്പിക്കും. കൗൺസിലർമാരുടെ സഹകരണത്തോടെയാകും ജലവിതരണം. കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അവസാനിക്കുന്നതുവരെ കൺട്രോൾ റൂം പ്രവർത്തിക്കും. ആലപ്പുഴയിലെ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാകും കൊച്ചിയിലെ കൺട്രോൾ റൂമിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണിത്. വിവിധ പ്രദേശങ്ങളിൽ 6,96,500 ലിറ്റർ ജലമാണ് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വിതരണം ചെയ്തത്. അതേസമയം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന കൊച്ചി, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ കോർപ്പറേഷൻ, മുനിസിപ്പൽ കൗൺസിലർമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം ഭാരവാഹികളും പ്രവർത്തകരും എറണാകുളം DCC ഓഫീസിൽ ഒത്തുകൂടി തൊട്ടടുത്തുള്ള വാട്ടർ അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.